ഓ യു ആർ ദ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഡെവലപ്മെൻറ്റ്. നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ടീമല്ലേ? ഇങ്ങനൊരു ചോദ്യം കേൾക്കാത്ത കമ്മ്യൂണിസ്റ്റുകളോ ഇടതുപക്ഷ അനുഭാവികളോ ഒരു ചർച്ചേൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല. ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഐഡിയ ഒക്കെ ബന്ധപ്പെട്ട് ഏതൊരു വീഡിയോ ഇടുന്ന സമയത്ത് എനിക്കും ഇതേ കമൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ലെഫ്റ്റ് വേഴ്സസ് റൈറ്റ് വീഡിയോയിലും ഇങ്ങനൊരു കമൻ്റ് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വെൻ ഐ തോട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ്. അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഇത് കമ്പ്യൂട്ടറിനെതിരെ നടന്ന സമരമല്ല. ഇറ്റ് വാസ് നോട്ട് അഗെയിൻസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ബട്ട് അഗെയിൻസ്റ്റ് കമ്പ്യൂട്ടറൈസേഷൻ. കമ്പ്യൂട്ടറുകൾക്കെതിരെ ആയിരുന്നില്ല, കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെയായിരുന്നു. അതായത് നമ്മുടെ നിലനിൽക്കുന്ന തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സമരമായിരുന്നു. വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1980-കളുടെ അവസാനം 90-കളുടെ ആരംഭമാണ്. ഈ സമയത്താണ് നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ഒരുപാട് തൊഴിലവസരങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ബിക്കം ഈസി. അതൊരു റിയാലിറ്റിയാണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ, ഹ്യൂമാനിറ്റി അല്ലേ. അപ്പം ഈ ടൈപ്പ് റൈറ്റിംഗ് പോലുള്ള ഒരുപാട് ജോലികൾ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം വന്ന സമയത്ത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം നടന്നിട്ടുണ്ട്. അത് കേരളത്തിൽ അതിശക്തമായ പ്രതിഷേധം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സമരങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് എംപ്ലോയീസ്, ബാങ്ക് എംപ്ലോയീസ് ഒക്കെയാണ് ഡാറ്റ എൻട്രി പോലെയുള്ള സാധനങ്ങളിലേക്കൊക്കെയാണല്ലോ ഒരു ഓട്ടോമേഷൻ വന്നത്. ആ സമയത്താണ് സമരങ്ങൾ നടന്നിട്ടുള്ളത്. ഭാഗമായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ അനുഭാവമുള്ള CPIM, CPI, അവരുടെ തൊഴിലാളി യൂണിയൻ സംഘടനകളായിട്ടുള്ള CITU, AITUC പോലെയുള്ള സംഘടനകളൊക്കെയാണ് ഈ സമരം നയിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊളിച്ച ആൾക്കാർ, കമ്പ്യൂട്ടറുകൾക്കെതിരെ സമരം ചെയ്ത ആൾക്കാർ എന്നൊക്കെ പറയുന്നത് ഒരു മാധ്യമ സൃഷ്ടിയാണ്. വി ചോസ് ടു ബിലീവ് ഇറ്റ്. നമ്മൾ ഒരുപാട് ആൾക്കാർ അത് വിശ്വസിക്കാൻ താല്പര്യം കാണിച്ചു എന്നുള്ളത് മാത്രം. ഇവിടെ ഈ ഇടതുപക്ഷ സംഘടനകളുടെ ഒരു ഐഡിയോളജി ആ സമയത്ത് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ആൻറ്റി കമ്പ്യൂട്ടേഴ്സ്, ഇറ്റ് വാസ് പ്രോ ലേബർ. കുറച്ച് സോഷ്യോളജിക്കൽ ഹിസ്റ്റോറിക്കൽ സാധനമാണ്. ഇറ്റ്സ് ഓൾവേസ് പ്രോ ലേബർ ഫോർ ആ സമയത്തുള്ള എല്ലാ തൊഴിലാളി സമരങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് സമരങ്ങളുടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തൊഴിൽ സംരക്ഷണം, തൊഴിലാളി സംരക്ഷണം എന്നുള്ളതായിരുന്നു. അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് അഗെയിൻസ്റ്റ് ലേബർ എന്നുള്ളൊരു സാധനം പണ്ട് തൊട്ടേ ഒരു ചരിത്രത്തിലുണ്ട്. സോ ഈ സമരക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബൈ പ്രൊട്ടക്റ്റിംഗ് ലേബർ റൈറ്റ്സ്. തൊഴിലവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഗ്രാജുവലായിട്ട് കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആവശ്യം. യു ക്യാൻ ഫാക്ട് ചെക്ക് ഓൺ ദിസ്. സാഡ്ലി യു കാൻ ഫൈൻഡ് എനിത്തിങ്. കമ്പ്യൂട്ടർ തല്ലി പൊട്ടിക്കുന്ന കുറേ ഇമേജസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വിച്ച് ആർ ഫേക്ക്, പ്യുവർ ഫേക്സ്. സോ ദിസ് ഈസ് ഇറ്റ്. ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. രണ്ട് കാര്യങ്ങളാണ്. ഇറ്റ് വാസ് നോട്ട് അഗെയിൻസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ബട്ട് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് കമ്പ്യൂട്ടറൈസേഷൻ. ഇറ്റ് വാസ് നോട്ട് ആൻറ്റി കമ്പ്യൂട്ടർ, ഇറ്റ് വാസ് പ്രോ ലേബർ.